നമസ്കാരം. ഡിസംബർ 13 അതിരാവിലെ 6 മണിക്ക് ഹരിയാനയിലെ ഗുർഗ്രാമിൽ നിന്ന് ദില്ലിയിലേക്കുള്ള മെട്രോ ട്രെയിനിൽ 4 സുഹൃത്തുക്കൾ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. കർണാടകയിലെ മൈസൂരിൽ നിന്നുള്ള കമ്പ്യൂട്ടർ എഞ്ചിനീയർ 34 വയസ്സുള്ള മനോഹരനാണ് അതിലൊരാൾ. രണ്ടാമത്തെ കക്ഷി ഉത്തർപ്രദേശിലെ ലക്നൌവിൽ ഇലക്ട്രിക് ഓട്ടോ ഓടിക്കുന്ന സാഗർ ശർമ്മയാണ്. അയാൾക്ക് 24 വയസ്സാണ് പ്രായം. മൂന്നാമത്തെ കക്ഷി ഹരിയാനയിലെ ജിന്ദിൽ നിന്നുള്ള നീലം വർമ്മയാണ്. അവർക്ക് പ്രായം 35 വയസ്സാണ്. ഒരു സർക്കാർ ജോലിക്ക് വേണ്ടി കാര്യമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഈ നീലം വർമ്മ. നാലാമത്തെ ആൾ മഹാരാഷ്ട്രയിൽ നിന്നാണ്. അയാളുടെ പേര് അമോൾ ഷിൻഡെ എന്നാണ്. 24 വയസ്സാണ് പ്രായം. പട്ടാളക്കാരനാവുക എന്നുള്ളതാണ് അയാളുടെ സ്വപ്നം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ 4 സ്റ്റേറ്റുകളിൽ നിന്നുള്ള 4 ചെറുപ്പക്കാരാണ് അതിരാവിലെ 6 മണിക്ക് ഗുർഗാമിൽ നിന്ന് ദില്ലിയിലേക്കുള്ള മെട്രോ ട്രെയിനിൽ കയറിയിരിക്കുന്നത്. കർണാടകത്തിൽ നിന്ന് മനോരഞ്ജനും, മഹാരാഷ്ട്രയിൽ നിന്ന് അമോൾ ഷിൻഡെയും, ഉത്തർപ്രദേശിൽ നിന്ന് സാഗർ ശർമ്മയും, ഹരിയാനയിൽ നിന്ന് നീലവും ഡിസംബർ 10 ഗുർഗാമിൽ എത്തിയത്. അവിടെയുള്ള ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ വിക്കി ശർമ്മയുടെ വീട്ടിലാണ് ഈ 4 ടീം കഴിഞ്ഞ ദിവസങ്ങളിൽ തങ്ങിയത്. ഡിസംബർ 13 രാവിലെ 9 മണിയോടുകൂടിയാണ് ആ ടീം ഇന്ത്യ ഗേറ്റിന് സമീപം എത്തിയത്. അവിടെ എത്തിയതും മനോരഞ്ജനും സാധനും നീരത്തെയും അമോലിനെയും അവിടെ നിർത്തിയിട്ട് അവർക്ക് പരിചയമുള്ള ഒരു എംപിയുടെ വീട്ടിലേക്ക് നടന്നു. മനോരഞ്ജൻ സാധനയും കൊണ്ട് എത്തിയത് മൈസൂരിൽ നിന്നുള്ള MP പ്രതാപ് സിംഹയുടെ വീട്ടിലാണ്. അയാളൊരു BJP MP ആണ്. പ്രതാപ് സിംഹയുടെ വീട്ടിലെത്തിയ അവർ അവിടെയുള്ള MPയുടെ ഓഫീസിൽ നിന്ന് പാർലമെന്റിൽ കടക്കാനുള്ള സന്ദർശക പാസ് വാങ്ങിച്ചു. അതിനുശേഷം ആ പാസുമായി അവർ നീലത്തിന്റെയും അമോലിന്റെ അടുത്തെത്തി. ആ ടീം എന്തോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയാണ്. ഈ സമയത്ത് ലോക്സഭാ നടപടികൾ ആരംഭിച്ചു. രാവിലെ 11 മണിക്ക് സ്പീക്കർ ഓം ബിർള 2011 നടന്ന പാർലമെന്റ് ആക്രമണത്തെക്കുറിച്ച് അംഗങ്ങളോട് സംസാരിക്കുകയാണ്. സ്പീക്കർ ഓം ബിർള അംഗങ്ങളോട് പറഞ്ഞു, നമ്മൾ നമ്മുടെ രാഷ്ട്രത്തിന്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കാൻ ബാധ്യസ്ഥരാണ്. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന പാർലമെന്റ് ആക്രമണം ഇനി ഒരിക്കലും സംഭവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓം ബിർള ഈ വാചകങ്ങൾ പറയുന്നത്. അദ്ദേഹം വളരെ ആവേശപൂർവ്വമാണ് ആ കാര്യം പറഞ്ഞത്. ഇനി ഒരിക്കലും ഇന്ത്യൻ പാർലമെന്റ് ആക്രമിക്കാൻ ഒരാളെയും നമ്മൾ അനുവദിക്കില്ല. സ്പീക്കർ ഓം ബിർള ഈ വാചകം പറഞ്ഞ് കൃത്യം 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ലോകസഭയിലെ സന്ദർശക രജിസ്റ്ററിൽ പേരെഴുതി മനോരഞ്ജനും സാധനും ലോകസഭയിലേക്ക് കടന്നു. പാർലമെന്റിലെ നടപടിക്രമം അനുസരിച്ച് ഒരു സന്ദർശകന് പരമാവധി 45 മിനിറ്റ് വരെ ലോകസഭാ നടപടികൾ കാണാനുള്ള അവസരം ഉണ്ടാകും. സെപ്റ്റംബർ 18 പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടക്കുന്ന വേളയിൽ മനോരഞ്ജൻ ഈ ബിൽഡിംഗിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് അവിടുത്തെ സെക്യൂരിറ്റി സംവിധാനങ്ങൾ വളരെ വ്യക്തമായി ബോധ്യപ്പെട്ട വ്യക്തി കൂടിയാണ് ഈ മനോരഞ്ജൻ. അവിടെ സന്ദർശകരെ എങ്ങനെയാണ് പരിശോധിക്കുന്നതെന്നും സന്ദർശകർക്ക് എത്ര നേരം അവിടെ നിൽക്കാൻ കഴിയുന്നൊക്കെ മനോരഞ്ജന് അന്ന് തന്നെ മനസ്സിലായിട്ടുണ്ട്. ആ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് മനോരഞ്ജനും സാധനും ഡിസംബർ 13 പാർലമെന്റിലേക്ക് വരുന്നത്. പാർലമെന്റ് നടപടിക്രമങ്ങൾ കാണാനെത്തുന്ന സന്ദർശകരെ വിദഗ്ധമായ പരിശോധനയ്ക്ക് അവിടെ വിധേയരാക്കും. 3 ലെവൽ പരിശോധനയാണ് ഉള്ളത്. ആദ്യത്തെ ലെവൽ പരിശോധന നടക്കുന്ന സ്ഥലത്ത് മെറ്റൽ ഡിറ്റക്ടർ ഉണ്ട്. ആദ്യത്തെ പരിശോധന നടക്കുന്നത് പാർലമെന്റിന്റെ കവാടത്തിലാണ്. അടുത്ത 2 പരിശോധനയും പാർലമെന്റിന്റെ ഉള്ളിലാണ്. 3 ലെവലിലായിട്ട് സന്ദർശകരെ പരിശോധിക്കുന്ന അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാർ സന്ദർശകരെ ഏതൊക്കെ ശൈലിയിലാണ് പരിശോധിക്കുന്നതെന്ന് വ്യക്തമായ ഒരു ധാരണ ഇപ്പോ മനോരഞ്ജനുണ്ട്. എവിടെ പരിശോധിക്കും, എവിടെ പരിശോധിക്കില്ല എന്ന് വ്യക്തമായി അറിയാവുന്ന മനോരഞ്ജൻ സെക്യൂരിറ്റി പരിശോധിക്കാൻ സാധ്യതയില്ലാത്ത ഒരു സ്ഥലം കണ്ടുപിടിച്ചു. അത് കാലിലെ ഷൂ ആണ്. ഷൂ ഇട്ടാണ് നമ്മൾ മെട്രോ ട്രെയിനിൽ കയറി നിൽക്കുക. നമ്മുടെ ശരീരത്തിൽ നിന്ന് ശബ്ദമൊന്നും ഉണ്ടാകുന്നില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ സ്പർശിച്ച് പരിശോധിക്കുന്ന ഒരു രീതിയാണ് പോലീസുകാർക്കുള്ളത്. പരിശോധന പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നമ്മളെ അകത്തേക്ക് വിടും. നമ്മൾ കൊണ്ടുപോകുന്ന സാധനങ്ങൾ എന്തെങ്കിലും അകത്ത് കൊണ്ടുപോകാൻ പറ്റുന്നതുണ്ടെങ്കിൽ അത് നമ്മളെ തരികയും ചെയ്യും. സാധാരണഗതിയിലുള്ള സെക്യൂരിറ്റി പരിശോധന ആ രീതിയിലാണ്. ഒരു കാരണവശാലും ഷൂ പരിശോധനയ്ക്ക് വിധേയമാക്കില്ല എന്ന് മനോരഞ്ജന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ പാർലമെന്റിലേക്ക് വരുന്നതിന് മുമ്പ് മനോരഞ്ജൻ നല്ല കട്ടിയുള്ള ഷൂ വാങ്ങി ധരിച്ചിരുന്നു. സെക്യൂരിറ്റി ചെക്കിംഗ് നടത്തുന്ന ആ ഉദ്യോഗസ്ഥർ ഒരു കാരണവശാലും ഷൂ പരിശോധിക്കില്ല എന്ന് മനോരഞ്ജന് 100% ഉറപ്പാണ്. ഷൂ പരിശോധിക്കില്ല എന്ന് ഉറപ്പുള്ള മനോരഞ്ജന് വളരെ എളുപ്പം ഷൂവിനകത്ത് എന്തെങ്കിലും സാധനങ്ങൾ കൂടി വേണമെങ്കിൽ പാർലമെന്റിനകത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. അതും മനോരഞ്ജന് ഉറപ്പാക്കിയിട്ടുണ്ടായിരുന്നു. ആ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഡിസംബർ 13 മനോരഞ്ജൻ പാർലമെന്റിലേക്ക് എത്തുന്നത്. 3 ലെവൽ പരിശോധന കഴിഞ്ഞതും മനോരഞ്ജനും സാധനും ലോകസഭയുടെ സന്ദർശക ഗാലറിയിലെത്തി. അവിടെ വേറെയും ആളുകളുണ്ട്. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ ലോകസഭയിൽ ഉള്ള ദിവസമാണ്.
മനോരഞ്ജനും സാധനും മറ്റ് സന്ദർശകരും ഒക്കെ ലോകസഭാ നടപടിക്രമങ്ങൾ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ലോകസഭാ നടപടിക്രമങ്ങൾ ഒരു സ്റ്റേജിലെത്തിയപ്പോൾ രാജ്നാഥ് സിംഗും ഒട്ടുമുക്കാൽ മന്ത്രിമാരും സഭയിൽ നിന്ന് പുറത്തേക്ക് പോയി. ഏകദേശം 6 മന്ത്രിമാർ മാത്രമാണ് ഇപ്പോ സഭയിൽ ബാലൻസ് ഉള്ളത്. സഭയിൽ ഇപ്പോ 0 അവറാണ്. അംഗങ്ങൾക്ക് അടിയന്തര പ്രാധാന്യമുള്ള ഏതെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അവതരിപ്പിക്കാനുള്ള ഒരു അവസരമാണ്. സ്പീക്കറുടെ കസേരയിൽ ഓം ബിർളയ്ക്ക് പകരം മറ്റൊരു അംഗമാണ് ഉള്ളത്. സമയം രാവിലെ 11 മണി കഴിഞ്ഞ് 30 ഇപ്പോ വെസ്റ്റ് ബംഗാളിലെ മാൽഡ നോർത്തിൽ നിന്നുള്ള BJP MP ഹാഗൻ മർമു ആണ് സംസാരിക്കുന്നത്. സകല MPമാരും അതുപോലെ മന്ത്രിമാരും പോകാൻ വേണ്ടി എണീക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ലോകസഭ ഉച്ചയ്ക്ക് പിരിയാനായി പോവുകയാണ്. അതുകൊണ്ട് തന്നെ MPമാർ അവർ കൊണ്ടുവന്ന പേപ്പറുകളും പുസ്തകങ്ങളും ഒക്കെ ബാഗുകളിലേക്ക് എടുത്തു വെക്കുകയാണ്. ഒരാള് പോലും BJP MP എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കുന്നേയില്ല. അദ്ദേഹം യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ മണ്ഡലമായ മാൾഡ നോർത്തിൽ ഒരു എയർപോർട്ട് വേണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുകയാണ്. താഴെ ലോകസഭയിലെ MPമാരൊക്കെ എണീക്കാൻ തയ്യാറെടുക്കുന്ന ആ നിമിഷത്തിൽ ആ കാഴ്ച കണ്ട സെക്യൂരിറ്റിക്കാർ സന്ദർശക ഗാലറിയിലുള്ള ആളുകളോടും ആ സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് പോകാൻ ആവശ്യപ്പെട്ട അതേ നിമിഷത്തിൽ സന്ദർശകരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന സാഗർ പെട്ടെന്ന് ചാടി എണീറ്റു. സന്ദർശക ഗാലറിയിൽ നിന്ന് എണീറ്റ സാധൻ ശർമ്മ ഈ കാണുന്ന ഈ കമ്പിക്ക് മുകളിലൂടെ നേരെ താഴേക്ക് ഒരു ചാട്ടം. അയാൾ താഴേക്ക് ചാടിയത് കൃത്യം ആസാം എന്നുള്ള BJP MP ദിലീപ് സെയ്ക്കിയുടെ അടുത്താണ്. ഒരു ശബ്ദത്തോടുകൂടി സന്ദർശക ഗാലറിയിൽ നിന്ന് ഒരാൾ താഴേക്ക് ചാടിയപ്പോ ദിലീപ് സൈക്കി കരുതിയത് സന്ദർശക ഗാലറിയിൽ നിന്ന് ആരോ താഴേക്ക് വീണു എന്നാണ്. അങ്ങനെ ഒരു തോന്നലുണ്ടായതും MP ദിലീപ് സൈക്കിയാണ് ആ ആളുടെ അടുത്തേക്ക് ഓടി. അയാൾക്ക് പരിക്കുവല്ലോ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയാണ് അടുത്തേക്ക് ഓടിയത്. തറയിലേക്ക് വീണ വ്യക്തിയുടെ അടുത്തേക്ക് സൈക്കിയ ഓടി വരുമ്പോ സൈക്കിയ മറ്റൊരു കാഴ്ച കണ്ടു. ആ വ്യക്തി അയാളുടെ ഷൂവിനടിയിൽ നിന്ന് എന്തോ വലിച്ചെടുക്കുന്നതാണ് സൈക്കിയ കണ്ടത്. ഷൂവിനടിയിൽ നിന്ന് എന്തോ വലിച്ചെടുത്ത സാധൻ ശർമ്മ പെട്ടെന്നാണ് MPമാരുടെ മേശയുടെ മുകളിലേക്ക് ചാടി കയറിയത്. അനവധി MPമാർ ലോക്സഭയിലുണ്ട്. ആ MPമാർ അയാൾ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ അയാൾ മേശയിൽ നിന്ന് മേശയിലേക്ക് ഇങ്ങനെ ചാടി പോവുകയാണ്. സ്പീക്കറുടെ കസേരയ്ക്ക് നേരെയാണ് മേശപ്പുറത്തുകൂടി സാഗർ ഓടുന്നത്. മേശപ്പുറത്തുകൂടി ഓടുന്ന സാഗറെ പിടികൂടാനായി സഭയിലുള്ള MPമാർ ശ്രമിക്കുകയാണ്. അയാൾ MPമാർക്ക് പിടികൊടുക്കാതെ ഒരു ട്രപ്പീസ് കളിക്കാരന്റെ മെയ് വഴക്കത്തോടു കൂടി ഓരോ മേശയിൽ നിന്ന് മറ്റേലേക്ക് ചാടി അങ്ങനെ പോവുകയാണ്. അപ്പോഴാണ് രാജസ്ഥാനിലെ MP ഹനുമാൽ ബെനുവട്ട് സാഗറിനെ കയറി പിടിക്കുന്നത്. സാഗർ ഹനുമാളുടെ മേശയിലേക്ക് ചാടിയതും ഹനുമാൾ സാഗറിനെ പിടിച്ചതും ഒരേ നിമിഷത്തിലാണ്. ഹനുമാൾ സാഗറിന്റെ പുറത്ത് പിടിമുറുക്കിയതും തൊട്ടടുത്തുണ്ടായിരുന്ന മറ്റ് MPമാരും ഓടിയെത്തി. സാഗറിന്റെ അടുത്തേക്ക് ഓടിയെത്തിയ MPമാർ കിട്ടിയ അവസരത്തിൽ സാഗറിന്റെ പുറത്ത് അവരുടെ കൈ പതിപ്പിച്ചു. MPമാരുടെ തലങ്ങും വിലങ്ങുള്ള അടിയേറ്റ് സാഗർ MPമാരോട് പറഞ്ഞു, പ്ലീസ് സാർ, ഞാൻ പ്രതിഷേധിക്കാൻ വന്നതാണ്, ആരും ഉപദ്രവിക്കാൻ വന്നതല്ല. സാഗർ അങ്ങനെ പറയുമ്പോഴേക്കും അയാളുടെ പുറത്ത് ഒത്തിരി ഇടി വീണ് കഴിഞ്ഞു. ഈ ബഹളത്തിനിടയിൽ മറ്റാരുടെയും ശ്രദ്ധയപ്പെടാതെ ഒരു കാര്യം സംഭവിച്ചു. അത് സന്ദർശക ഗാലറിയിൽ നിന്നുള്ള മനോരഞ്ജന്റെ ജമ്പാണ്. മനോരഞ്ജൻ വളരെ സ്മൂത്ത് ആയിട്ട് സഭയിലേക്ക് ജമ്പ് ചെയ്തു. സഭയിലേക്ക് ജമ്പ് ചെയ്ത മനോരഞ്ജൻ അയാളുടെ ഷൂവിന്റെ അടിയിൽ ഒളിപ്പിച്ചിരുന്ന ആ പുകക്കുറ്റി വലിച്ചെടുത്ത് അത് ഓപ്പൺ ആക്കി. സാധന പുകക്കുറ്റി തുറക്കാൻ പറ്റിയിരുന്നില്ല. പക്ഷെ മനോരഞ്ജൻ ആദ്യം ചെയ്തത് ആ പുകക്കുറ്റി തുറക്കുക എന്നുള്ളതാണ്. ആ പുകക്കുറ്റി മനോരഞ്ജൻ തുറക്കുമ്പോഴാണ് സത്യത്തിൽ അകത്തുണ്ടായിരുന്ന MPമാരുടെ ശ്രദ്ധയിൽ മനോരഞ്ജൻ പെടുന്നത് തന്നെ. പെട്ടെന്ന് തന്റെ അടുത്ത് പുക പടരുന്നത് കണ്ടതും അമൃത്സർ എന്നുള്ള കോൺഗ്രസ് MP ഗുർജീത് സിംഗ് അജുല ഒന്ന് ഞെട്ടിത്തിരിഞ്ഞു. അപ്പോഴാണ് ഗുർജീത് ആ കാഴ്ച കാണുന്നത്. അയാളുടെ തൊട്ടടുത്ത് ഒരു ചെറുപ്പക്കാരൻ കയ്യിലൊരു പുകക്കുറ്റിയുമായി നിൽക്കുന്നതാണ് MP ഗുർജീത് കണ്ടത്. ഗുർജീത് ഏകദേശം 6 അടി പൊക്കമുള്ള വ്യക്തിയാണ്. അടുത്ത് നിൽക്കുന്ന ചെറുപ്പക്കാരന് 5 അടിയോളമായി പൊക്കം വരും. ഏകദേശം 1 അടി പൊക്കം വ്യത്യാസമുണ്ട് അവർ തമ്മിൽ. ഗുർജീത് വേഗം ആ പുകക്കുറ്റി മനോരഞ്ജന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കാൻ ശ്രമിച്ചു. മനോരഞ്ജൻ ഗുർജീത്തിന്റെ പിടിയിൽപ്പെടാതെ ഒഴിഞ്ഞു മാറുകയാണ്. മനോരഞ്ജൻ വളരെ വിദഗ്ധമായി ഗുർജീത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും 6 അടിയോളം പൊക്കമുള്ള ഗുർജീത് അതിവിദഗ്ധമായി മനോരഞ്ജന്റെ കയ്യിൽ നിന്ന് ആ പുകക്കുറ്റി പിടിച്ചെടുത്ത ഉടൻ തന്നെ ഗുർജീത് അങ്ങോട്ട് ഓടി വരികയായിരുന്ന സെക്യൂരിറ്റിക്കാർക്ക് ആ പുകക്കുറ്റി കൊടുത്തു. പുകക്കുറ്റി കൈ കിട്ടിയ സെക്യൂരിറ്റി ജീവനക്കാരൻ അതുകൊണ്ട് പുറത്തേക്ക് ഓടി. ഇതൊക്കെ അതിവേഗമാണ് സംഭവിക്കുന്നത്. പുകക്കുറ്റിയുമായി പുറത്തേക്ക് ഓടിയ ആ സെക്യൂരിറ്റിക്കാരൻ കയ്യിലിരിക്കുന്നത് ബോംബാണെന്ന് കരുതി പാർലമെന്റിലെ ബാത്റൂമിനകത്തേക്ക് പെട്ടെന്ന് ആ പുകക്കുറ്റി വലിച്ചെറിഞ്ഞു. ആ ബോംബ് വെള്ളത്തിൽ അണഞ്ഞു പോകട്ടെ എന്ന് കരുതിയാണ് സെക്യൂരിറ്റിക്കാരൻ അത് ചെയ്തത്. ഇതേ സമയത്ത് തന്നെ പാർലമെന്റിന് പുറത്ത് നീലവും അമോലും അവരുടെ കൈവശമുണ്ടായിരുന്ന ആ പുകക്കുറ്റികൾ വലിച്ചു തുറന്ന് പുക പുറത്തേക്ക് പോയിപ്പിച്ചുകൊണ്ട് അവിടെ ഒരു മുദ്രാവാക്യം വിളി തുടങ്ങിയിരുന്നു.
ഏകാധിപത്യം തുലയട്ടെ എന്നാണ് അവർ വിളിക്കുന്ന മുദ്രാവാക്യം. ഭാരത മാതാ കി ജയ് അങ്ങനെയും അവർ വിളിക്കുന്നുണ്ട്. അതിനിടയിൽ ജയ് ഭീം എന്ന് വിളിയും കേൾക്കാം. എന്താണ് സംഭവിക്കുന്നതെന്ന് സെക്യൂരിറ്റിക്കാർക്ക് മനസ്സിലാക്കി മുമ്പ് ഈ വിളികളൊക്കെ നടന്നിരുന്നു. നിമിഷ നേരം കൊണ്ട് തന്നെ സെക്യൂരിറ്റിക്കാർ നീലത്തിനെയും അമോലിനെയും പൊക്കി. ഇതേ സമയത്ത് തന്നെ ലോകസഭയിൽ നിന്ന് മനോരഞ്ജനും സാധനം അറസ്റ്റിലായി. ഈ 4 പേരെയും കണക്ട് ചെയ്ത് ഗുരുഗ്രാമിലുള്ള വിക്കിയും അറസ്റ്റിലായി. വിക്കിയുടെ സുഹൃത്ത് ലളിത് ജാ പോലീസിൽ കീഴടങ്ങുകയും ചെയ്തു. ലളിത് ജായുടെ കയ്യിൽ ഈ സംഭവവുമായി കണക്ട് ചെയ്ത് നിൽക്കുന്ന എല്ലാവരുടെയും ID കാർഡുകളും മൊബൈൽ ഫോണുകളും ഉണ്ടായിരുന്നു. അതൊക്കെ ലളിത് ജാ പോലീസിന് സറണ്ടർ ചെയ്യുകയും ചെയ്തു. ഇനിയാണ് ചോദ്യം, സത്യത്തിൽ ഇവിടെ എന്താ സംഭവിച്ചത്? ഇവരൊക്കെ ആരാണ്? കർണാടകത്തിലും മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശിലും ഹരിയാനയിലും താമസിക്കുന്ന ഈ ആളുകൾക്ക് തമ്മിൽ എങ്ങനെ ബന്ധമുണ്ടായി? പോലീസിന്റെ അന്വേഷണം ആ ഭാഗത്തേക്ക് വന്നപ്പോഴാണ് ചില കാര്യങ്ങൾ നമ്മൾ അറിയുന്നത്. ഇവരെ തമ്മിൽ കണക്ട് ചെയ്തത് ഒരു ഫേസ്ബുക്ക് പേജാണ്. ഭഗത് സിംഗ് ഫാൻ ക്ലബ് എന്നാണ് ആ ഫേസ്ബുക്ക് പേജിന്റെ പേര്. ഭാരതം അഭിമാനത്തോടു കൂടി ഓർക്കുന്ന ഒരു പേരാണല്ലോ ഭഗത് സിംഗ്. ആ ഭഗത് സിംഗിന്റെ ചെയ്തികളെ അംഗീകരിക്കുകയും അനുകൂലിക്കുകയും ചെയ്യുന്ന കുറെ ഫാൻ മെമ്പേഴ്സ് അടങ്ങിയ ഒരു പേജ്. നാട്ടിൽ നടക്കുന്ന അനീതികളെ കുറിച്ചും സർക്കാരിന്റെ തെറ്റായ നയങ്ങളെക്കുറിച്ചും ആ പേജിൽ ചർച്ച ചെയ്യാനുള്ള അവസരമുണ്ട്. ഗവൺമെന്റ് ഏത് തെറ്റായ തീരുമാനവും അവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കാം. 1929 ഏപ്രിൽ 8 നമ്മുടെ പഴയ പാർലമെന്റ് മന്ദിരത്തിൽ ഭഗത് സിംഗ് നടത്തിയ ഒരു പ്രതിഷേധ പ്രകടനമുണ്ട്. ആ പ്രതിഷേധ പ്രകടനം ഇന്ത്യ മുഴുവൻ ശ്രദ്ധിച്ച ഒരു സംഭവമാണ്. അന്ന് സന്ദർശക ഗാലറി മുഴുവൻ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. സർക്കാർ പാസാക്കിയ പബ്ലിക് സേഫ്റ്റി ബിൽ ജനങ്ങളുടെ കൂട്ടുകൂടാനുള്ള അവകാശത്തെയും കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസിനെയും പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നാണെന്ന് പൊതുവെ ഒരു ധാരണ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിഠൽഭായ് പട്ടേൽ ആ ബില്ലിനെതിരായി സ്വാഭാവികമായി പ്രതികരിക്കുമെന്നും അതിനെതിരായി ഒരു റൂളിംഗ് നടത്തുമെന്നും പൊതുവെ പ്രതീക്ഷിക്കുന്നതുകൊണ്ട് സന്ദർശക ഗാലറി മുഴുവൻ നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ്. വിഠൽഭായ് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാനായി എണീറ്റതേ ഉള്ളൂ. അദ്ദേഹം വാ തുറന്ന ആ നിമിഷത്തിൽ ചെവിട് പൊട്ടിപ്പോകുന്ന ഒരു ശബ്ദം ആ സഭയ്ക്കുള്ളിൽ ഉണ്ടായി. ഭഗത് സിംഗും അയാളുടെ സുഹൃത്ത് ദത്തും കൂടി സന്ദർശക ഗാലറിയിൽ നിന്ന് പാർലമെന്റിന്റെ അകത്തേക്ക് ബോംബുകൾ വലിച്ചെറിഞ്ഞതാണ്. ആ ബോംബുകൾ വീണ് പൊട്ടിയ ആ നിമിഷത്തിൽ തന്നെ ചുവന്ന നിറത്തിലുള്ള നോട്ടീസുകളും ഭഗത് സിംഗും അയാളുടെ സുഹൃത്തും കൂടി സഭയിൽ വിതറി. സർക്കാരിനെതിരെയുള്ള അതിശക്തമായ പ്രതിഷേധ പ്രകടനമായിട്ടാണ് ഭഗത് സിംഗും ദത്തും ഈ ആക്ഷനെ കണ്ടത്. അത് അങ്ങനെയാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ സഭയിലുണ്ടായിരുന്ന MP-മാർ അവരെ പോലീസിനെ ഹാൻഡ് ഓവർ ചെയ്യുകയേ ചെയ്തുള്ളൂ. അവര് ഉപദ്രവിച്ചില്ല. ആ സംഭവം ഇവരുടെ ഈ ഫേസ്ബുക്ക് പേജിൽ ശരിക്കും കൃത്യമായി ചർച്ച ചെയ്തിട്ടുള്ള ഒന്നാണ്. ഭഗത് സിംഗും അയാളുടെ സുഹൃത്ത് ദത്തും നടത്തിയ ആ രോക്ഷ പ്രകടനത്തെ അനുസ്മരിപ്പിക്കുന്ന മറ്റൊരു പ്രകടനം അത് പുതിയ ലോകസഭയിൽ നടത്തുക, അതായിരുന്നു ഈ ടീമിന്റെ ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള കാര്യമായ ചർച്ച ആ ഫേസ്ബുക്ക് പേജിൽ പലപ്പോഴും നടന്നിട്ടുണ്ട്. അറസ്റ്റ് ചെയ്യപ്പെട്ടതിൽ ഒരാൾ ലക്നൌവിൽ നിന്നുള്ള സാഗർ ശർമ്മയാണ്. സാഗർ ശർമ്മയുടെ പഠനം ഏതാണ്ട് ഹയർ സെക്കൻഡറിയോടനുബന്ധിച്ച് അവസാനിച്ചതാണ്. അതിന്റെ കാരണം വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടാണ്. പഠനം പാതി വഴിക്ക് നിർത്തി ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായി മാറിയ വ്യക്തിയാണ് ഈ സാധൻ ശർമ്മ. കാർപ്പന്ററായ റോഷൻ ലാൽ ആണ് സാഗറിന്റെ അച്ഛൻ. റോഷൻ ലാൽ സാഗറിന്റെ ഡയറിയൊക്കെ പോലീസിന് ഹാൻഡ് ഓവർ ചെയ്തു. ആ ഡയറിയിൽ ഫെബ്രുവരി മാസത്തിൽ എഴുതിയ ഒരു കുറിപ്പുണ്ട്. ഈ ലോകത്തെ ഏറ്റവും ശക്തൻ എല്ലാം പിടിച്ചെടുക്കുന്നവനല്ല, ഏറ്റവും നല്ല കാര്യം വേണ്ടെന്ന് വെക്കുന്നവനാണ് ലോകത്തിലെ ഏറ്റവും ശക്തൻ. സാഗർ ശർമ്മ അവന്റെ ഡയറിയിൽ എഴുതിയിരിക്കുന്ന വാചകമാണ്. 2015 ജൂൺ 13 സാഗർ ശർമ്മ എഴുതിയ മറ്റൊരു കുറിപ്പുണ്ട്. ആ കുറിപ്പ് ഇപ്രകാരമാണ്: ഞാൻ എന്നെ ഈ രാഷ്ട്രത്തിന് സമർപ്പിച്ചിരിക്കുകയാണ്. ഈ രാഷ്ട്രത്തെ അടിമത്തത്തിൽ മോചിപ്പിക്കാനായി ഞാൻ ഏത് അറ്റം വരെയും പോകും. ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി അടുപ്പമില്ലാത്ത സാഗർ ശർമ്മയ്ക്ക് ചെഗുവരയുടെയും അതുപോലെ ഭഗത് സിംഗിന്റെയും കോട്ടുകൾ വളരെ ഇഷ്ടമാണ്. അയാളുടെ ഫേസ്ബുക്ക് പേജിലൂടെ കടന്നുപോയാൽ നമ്മൾ കാണുക ചെഗുവരയുടെ ഫോട്ടോകളും അതുപോലെ ഭഗത് സിംഗിന്റെ ഫോട്ടോകളും അവരുടെയൊക്കെ കുറിപ്പുകളും ഒക്കെയാണ്. അവരുടെ ജീവിതത്തിൽ നിന്നുള്ള പ്രധാന സംഭവങ്ങളൊക്കെ അതിനകത്ത് അയാൾ എഴുതിയിട്ടുമുണ്ട്. പാർലമെന്റിന് പുറത്ത് പ്രതിഷേധിച്ച നീലത്തിന് എക്സിൽ ഒരു അക്കൗണ്ട് ഉണ്ട്. നീലം ആസാദ് എന്നാണ് അവളുടെ ആ ഹാൻഡിൽ. അവളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ കടന്നു പോകുന്ന നമുക്ക് ലഭിക്കുക രസകരമായ ചില ഫോട്ടോസാണ്. ദില്ലിയിൽ നടന്ന കർഷകരുടെ അജിറ്റേഷനിൽ നീലം പങ്കെടുത്തതിന്റെ ഫോട്ടോ അതിൽ കാണാം. മറ്റൊരു ഫോട്ടോ ദില്ലിയിൽ വനിതാ ഗുസ്തി താരങ്ങൾ
ഗുസ്തി ഫെഡറേഷൻ പ്രസിഡന്റിനെതിരെ നടത്തിയ ആ ഐതിഹാസികമായ സമരത്തിന്റെ ഭാഗമായുള്ളതാണ്. അജിറ്റേഷൻസിൽ കൃത്യമായി പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ് നീലം എന്നാണ് ആ ഫോട്ടോകൾ സൂചിപ്പിക്കുന്നത്. നീലത്തിനൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ നീലത്തെക്കുറിച്ച് പറയുന്ന ഒരു വാചകമുണ്ട്. അൺഎംപ്ലോയ്മെന്റ് അവളെ അലട്ടുന്ന ഒരു വിഷയമാണ്. തൊഴിലില്ലായ്മ പരിഹരിക്കാനായി സർക്കാർ വേണ്ടത്ര ശ്രമിക്കുന്നില്ല എന്നൊരു അഭിപ്രായം നീലത്തിനുണ്ട്. പാവപ്പെട്ടവർക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും തന്റെ കഴിവിന്റെ പരമാവധി അതിൽ ഇടപെടുന്ന ഒരു സ്വഭാവം കൂടി നീലത്തിനുണ്ട്. സംസ്കൃതത്തിൽ എംഫിൽ ഉള്ള വ്യക്തിയാണ് നീലം. അവർ ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സായിട്ടുള്ള വ്യക്തിയുമാണ്. BJP അനുഭാവി കൂടിയായ നീലത്തിന്റെ സ്വപ്നം ഒരു സിവിൽ സർവന്റ് ആകുക എന്നുള്ളതാണ്. പാർലമെന്റിൽ നടന്ന പ്രതിഷേധ പ്രകടനങ്ങളുടെ ഭാഗമായിട്ട് നീലം അറസ്റ്റ് ചെയ്യപ്പെട്ട വിവരം അറിഞ്ഞപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിലും അദ്ദേഹത്തിന്റെ പാർട്ടിയിലും അടിയുറച്ച് വിശ്വസിക്കുന്ന നീലത്തിന്റെ സഹോദരനും അവരുടെ മാതാപിതാക്കളും ഉറപ്പിച്ചു പറഞ്ഞത് ഒരു കാര്യമാണ്: ഞങ്ങൾ നീലത്തിനൊപ്പം നിൽക്കും, തൊഴിലില്ലായ്മ പരിഹരിക്കുമെന്നാണ് സർക്കാർ പറഞ്ഞത്. അത് പാലിക്കാത്തതിൽ അവൾക്കുള്ള പ്രതിഷേധം അവൾ പ്രകടിപ്പിച്ചതാണ്. അതാണ് നീലത്തിന്റെ സഹോദരന്റെയും അതുപോലെ അവരുടെ അച്ഛന്റെയും അമ്മയുടെയൊക്കെ മൈൻഡ് സെറ്റും അഭിപ്രായവും. നീലത്തിന്റെ വസതി സ്ഥിതി ചെയ്യുന്ന ഗ്രാമത്തിലെ ഗ്രാമപ്രമുഖരും നാട്ടുകാരും ഒക്കെ അടിയന്തരമായി ഒരു മീറ്റിംഗ് വിളിച്ചുകൂട്ടി. അവർ ഒന്നടങ്കം സർക്കാരിനോട് ആവശ്യപ്പെട്ടത് ഒരു സിമ്പിൾ കാര്യമാണ്: നീലത്തിനെ എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യുക. അമോൾഷിന്റെ അറസ്റ്റ് ചെയ്യപ്പെട്ട വിവരം അറിഞ്ഞ നിമിഷം മുതൽ അവന്റെ അച്ഛനും അമ്മയും കരച്ചിലാണ്. ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗത്തിൽപ്പെട്ട ആളാണ് അമോൾ. ലോക്ക്ഡൌൺ വന്നതുകൊണ്ട് മാത്രം അവന് ആർമിയിൽ ജോലി ലഭിക്കാതെ പോയി എന്ന് വിശ്വസിക്കുന്ന ആളാണ് അമോൾ ഷിൻഡെ. കൊറോണ കാലത്ത് റിക്രൂട്ട്മെന്റ് റാലി നടക്കാതെ പോയതുകൊണ്ട് അവന് റാലിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതുമില്ല, ആർമിയിലേക്ക് ജോയിൻ ചെയ്യാനും പറ്റിയില്ല. ഇപ്പോ അവന് 24 വയസ്സായിപ്പോയി. ആർമിയിലേക്ക് ചേരാനുള്ള പ്രായം കഴിഞ്ഞിരിക്കും. അതിൻ്റെതായ ഒരു വിഷമം അമോൾ ഷിൻഡെക്ക് ഉണ്ടായിരുന്നുവെന്നാണ് അവന്റെ അച്ഛനും അമ്മയും കരച്ചിലിനിടയിൽ പോലീസുകാരോടും പത്രക്കാരോടും ഒക്കെ പറയുന്നത്. വീടിനടുത്തുള്ള ഒരു ക്ഷേത്രത്തിലെ പൂജാരി കൂടിയായ അമോലിന്റെ പിതാവ് ധൻരാജ് അമോൽ ഡിസംബർ 10 വീട് വിട്ടു പോയതാണെന്ന് പോലീസോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ 3 പേരിൽ നിന്നും വ്യത്യസ്തമായ ഒരു അഭിപ്രായമാണ് കർണാടകത്തിൽ നിന്നുള്ള മനോരഞ്ജന്റെ മാതാപിതാക്കൾക്കുള്ളത്. മനോരഞ്ജന്റെ പിതാവ് പത്രക്കാരോട് പറഞ്ഞത് ഒരു സിമ്പിളായ കാര്യമാണ്: മനോരഞ്ജൻ തെറ്റ് ചെയ്തെങ്കിൽ അവനെ തൂക്കിക്കൊല്ലണം. കമ്പ്യൂട്ടർ സയൻസിൽ ബിടെക് കഴിഞ്ഞ മനോരഞ്ജൻ അച്ഛനെ കൃഷിയിൽ സഹായിക്കാൻ വേണ്ടി അച്ഛനോടൊപ്പം കൂടിയ വ്യക്തിയാണ്. അവന്റെ അച്ഛന്റെ പൗൾട്രി ബിസിനസ്സിലും അതുപോലെ ആട് വളർത്തലിലൊക്കെ സജീവമായി പങ്കെടുക്കുന്ന വ്യക്തിയാണ് മനോരഞ്ജൻ. BJP MP പ്രതാപ് സിംഹയുടെ വോട്ടേഴ്സാണ് മനോരഞ്ജനും അവരുടെ വീട്ടുകാരൊക്കെ. പ്രതാപ് സിംഹയുമായിട്ട് അവർക്കൊക്കെ നല്ല അടുപ്പമാണ്. അതുകൊണ്ടാണ് മനോരഞ്ജന് പ്രതാപ് സിംഹയുടെ ഓഫീസിൽ നിന്ന് പാർലമെന്റിലേക്ക് കടക്കാനുള്ള പാസ് ലഭിച്ചത്. അച്ഛനെ കൃഷിയിൽ സഹായിക്കുന്ന മനോരഞ്ജൻ ശരിക്കും നന്നായി വായിക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് അച്ഛൻ ദേവരാജന്റെ അഭിപ്രായം. മനോരഞ്ജൻ വായിക്കാത്ത പുസ്തകങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം. അരിസ്റ്റോട്ടലിനെ വായിക്കുന്ന മനോരഞ്ജൻ അതേ സമയത്ത് തന്നെ ഭഗവത്ഗീതയും വായിക്കും, അർത്ഥശാസ്ത്രവും വായിക്കും, കാറൽ മാർക്സിന്റെ മൂലധനവും വായിക്കും. ഏണസ്റ്റ് ചെഗുവേരയുടെ ഗറില്ല എന്ന പുസ്തകവും വായിക്കുന്ന അതേ മനോരഞ്ജൻ തന്നെ പ്ലേറ്റോയുടെ വിശ്വപ്രസിദ്ധമായ പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്. വളരെ വ്യത്യസ്തമായ വിഷയങ്ങൾ വായിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് മനോരഞ്ജൻ. ആ മനോരഞ്ജൻ എങ്ങനെ ഈ ശൈലിയിൽ പാർലമെന്റിൽ പ്രതിഷേധത്തിന് പുറപ്പെട്ടു എന്ന് മാത്രമാണ് അവന്റെ അച്ഛൻ ദേവരാജന് മനസ്സിലാക്കാത്തത്. പാർലമെന്റിന്റെ സെക്യൂരിറ്റി സംവിധാനങ്ങളുടെ പാളിച്ച കൊണ്ടുകൂടിയാണ് പാർലമെന്റിനകത്ത് ഈ ശൈലിയിൽ ഒരു പ്രതിഷേധ പ്രകടനം നടക്കാൻ ഇടവന്നത്. ഇവിടെ പാർലമെന്റിൽ പ്രതിഷേധം നടത്തിയ ആളുകളുടെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞത് മനഃപൂർവ്വമാണ്. ഈ 4 ആളുകൾ, പിന്നെ അവർക്ക് താമസ സൗകര്യം ഒരുക്കിയ ആൾ, ഇവരൊക്കെ പരസ്പരം കോണ്ടാക്ട് ചെയ്തിരുന്നത് ഒരു പ്രത്യേക പേജിൽ നിന്നാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭഗത് സിംഗിന്റെ പേജിൽ നിന്ന്. സർക്കാരിനെതിരായിട്ട്, സിസ്റ്റത്തിനെതിരായിട്ട് പ്രതിഷേധമുള്ള ആളുകൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാനും ആ അഭിപ്രായങ്ങൾക്ക് ഒരു മൂർത്ത രൂപം ഉണ്ടാക്കാനും സോഷ്യൽ മീഡിയയിൽ ധാരാളം അവസരങ്ങൾ ഉള്ളതിന്റെ ഒരു സൂചന കൂടിയായിട്ട് നമുക്ക് ഈ സംഭവത്തെ കാണേണ്ടി വരും. സോഷ്യൽ മാധ്യമങ്ങളിലെ, പ്രത്യേകിച്ച് ഫേസ്ബുക്കിലെ ചില ചർച്ചകളൊക്കെ ശരിക്കും ശ്രദ്ധാപൂർവം സെക്യൂരിറ്റി ഏജൻസികൾ വിലയിരുത്തിയില്ല എങ്കിൽ അപകടം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കും. ശരിക്കും രാഷ്ട്രവിരുദ്ധമായ ചിന്തകളിലേക്ക് ആളുകളെ നയിക്കാൻ കപ്പാസിറ്റിയുള്ള അനവധി ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട്. അവരുടെയൊക്കെ പല ഡയലോഗുകളും പല വാചകങ്ങളും പലപ്പോഴും അതിശയകരമായ സന്തോഷത്തോടു കൂടി ആളുകൾ ഷെയർ ചെയ്യുന്നതും ലൈക്ക് ചെയ്യുന്നതൊക്കെ ഞാൻ പലപ്പോഴും കാണാറുണ്ട്. നമ്മുടെ യുവതലമുറയെ തെറ്റായ ദിശയിലേക്ക് നയിക്കാൻ പര്യാപ്തമായ അനവധി സാഹചര്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്.
അവരെ തെറ്റിലേക്ക് നയിക്കാൻ പറ്റുന്ന വ്യക്തികളും നമുക്ക് ചുറ്റുമുണ്ട്. ഇവ തമ്മിൽ ഒന്ന് കൂട്ടിമുട്ടിയാൽ ഇതുപോലുള്ള സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കും. ഇന്ത്യയുടെ അഖണ്ഡതയ്ക്ക് വരെ പ്രശ്നമുണ്ടാക്കാൻ കപ്പാസിറ്റിയുള്ള വിധംസുക ചിന്തകളുള്ള ഒരുപാട് ആളുകൾ ഇരുട്ടിൽ മറഞ്ഞിരുന്നുകൊണ്ട് സോഷ്യൽ മാധ്യമങ്ങളെ ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്ന് മാത്രം പറയാനായിട്ടാണ് ഈ വീഡിയോ ഞാൻ അവതരിപ്പിച്ചത്. ഈ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. എന്നാലും ഞാൻ എന്റെ അഭിപ്രായം പറയാൻ കൂടി മാത്രമായിട്ട് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നു. ഈ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.